വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 12-ാം വാക്യം. രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. നിരന്തരമായ പീഡനങ്ങളും ഉപദ്രവങ്ങളും നിമിത്തം ഇരുളിനാൽ ചുറ്റി വളയപ്പെട്ട ആദിമസഭയിൽ ദൈവിക പ്രകാശത്തിൻ്റെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ അരിച്ചിറങ്ങിയ സംഭവമാണ് പത്രോസ് അപ്പോസ്തലൻ്റെ കാരാഗൃഹത്തിൽ നിന്നുള്ള വിമോചനം. യഹൂദ മത നേതൃത്വവും ഭരണാധികാരിയായ ഹെരോദ് അഗ്രിപ്പായും കക്ഷി ചേർന്നപ്പോൾ സംഭവിച്ചത് അപ്പോസ്തലനായ യാക്കോബിൻ്റെ അരും കൊലയാണ്. തിന്മശക്തികൾ കൈകോർക്കുന്നിടത്തൊക്കെയും ഹിംസ സംഭവിക്കും. അത് ജീവനായാലും വ്യക്തിത്വത്തിനായാലും. ഭൂരിപക്ഷത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിനായി ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന പൊതു തത്വം സ്വീകരിച്ചിരിക്കുന്ന ഭരണ നേതൃത്വം ഇന്നിൻ്റെയും നേർക്കാഴ്ചയാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം ആദിമസഭ അഭിമുഖീകരിച്ചത് ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയിലൂടെയായിരുന്നു. അത്തരമൊരു പ്രാർത്ഥനാ സമയത്താണ് നമുക്ക് രോദ എന്ന ബാല്യക്കാരത്തിയെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രോദയുടെ പ്രത്യേകതകൾ ആണ്. ഒന്നാമതായിട്ട് ശബ്ദം തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. പത്രോസ് അപ്പോസ്തലനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് തിരുവചനം പറയുന്നു. എവിടെ ഇരുന്നാണ് അവർ പ്രാർത്ഥിച്ചത്? അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. ഈ രണ്ട് വ്യക്തികളെയും കുറിച്ച്, അതായത് മറിയയെയും മർക്കോസിനെയും കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആ ഭവനത്തിലിരുന്നു കൊണ്ടാണ് പത്രോസ് അപ്പോസ്തലന് വേണ്ടി വിശ്വാസ സമൂഹം ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചിരുന്നത്. ആ ഭവനത്തിലെ ക്രിസ്ത്യാനിയായ ഒരു ബാല്യക്കാരിയായിരുന്നു രോദ. മർക്കോസിൻ്റെ അമ്മ മറിയയുടെ സഹായിയുമായിരുന്നു രോദ. രോദ എന്ന പേരിൻ്റെ അർത്ഥം റോസ എന്നാണ്. രോദയ്ക്കും പത്രോസിനെ അറിയാമായിരുന്നു. പത്രോസിൻ്റെ ശബ്ദവും അവൾക്ക് പരിചിതമാണ്. പ്രാർത്ഥനാ വേളയിൽ പടിപ്പുര വാതിൽക്കൽ മുട്ടുകേട്ട് രോദ വാതിൽ തുറക്കാനെത്തുമ്പോൾ പത്രോസിൻ്റെ ശബ്ദം അവിടെ അവൾ തിരിച്ചറിയുന്നു. അവിടെ കതക് തുറക്കാനെത്തിയ ബാല്യക്കാരത്തി തിരിച്ച് പോകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്നേരത്തെ അവളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഒരു മറുപടിയുണ്ടെന്ന് അവൾ അവിടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഏതു സമയത്തും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും അത് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, തിരിച്ചറിവ് അവളെ നിന്ദിതയാക്കുന്നു. അവർ ആർക്കു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവോ ആ വ്യക്തി ഹെരോദാവിൻ്റെ തടവറയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് മറിയയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ അത് തിരിച്ചറിയുവാൻ വിശ്വാസികളായ ജനതയ്ക്ക് സാധിക്കുന്നില്ല. എല്ലാവരും ചേർന്ന്, അതായത് ആ വിശ്വാസ സമൂഹം ഒന്നടങ്കം അവളെ നിന്ദിതയാക്കുന്നു. അവളെ ഭ്രാന്തി എന്ന മുദ്ര കുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ വീണ്ടും വീണ്ടും അവൾ വ്യക്തമായി പറയുന്നു, ഞാൻ പറയുന്നത് ഉള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഇത്തരത്തിൽ നമ്മളും സമൂഹത്തിൻ്റെ, കൂട്ടുകാരുടെ, ഭവന അംഗങ്ങളുടെ മുന്നിലെല്ലാം ഒരു പക്ഷേ ഒറ്റപ്പെട്ടേക്കാം. ആ സാഹചര്യങ്ങളിൽ ധീരതയോടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ അവളിലെ നന്മകൾ ചോർന്നു പോകാമാവുന്ന സാഹചര്യത്തിന് മധ്യത്തിലും നല്ല ഇടയൻ്റെ സ്വരം ശ്രവിക്കുവാനും അതിൽ ഉറച്ചു നിൽപ്പാനും അവൾക്ക് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ തിരുവചന വായനയിലൂടെയും ധ്യാനത്തിലൂടെയും രോദയെപ്പോലെ കേൾക്കുന്ന ശബ്ദം തിരിച്ചറിയുവാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിശ്വാസവും വിശ്വസ്തതയും അംഗീകാരവുമെല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. അവിടെ രോദയെപ്പോലെ കേൾക്കുന്ന ശബ്ദം വേർതിരിച്ചറിയുവാനും ധീരതയോടെ സാക്ഷ്യജീവിതം തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.